ഒരു ആസ്പെറ്റോസിന്റെ ചെലവെങ്കിലും വഹിക്കുവാനുള്ള ആ വലിയ മനസ്സുമായി മുമ്പോട്ട് വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രോജക്റ്റ് ധാരാളം മക്കളുടെ അറിവിൽപ്പെടുവാനും അവര് മനസ്സ് തുറക്കുവാനും ഇടവരുത്തണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട്, മനുഷ്യരായ നമ്മുടെ വാക്കുകളൊന്നുമല്ല വ്യക്തികളെ സ്പർശിക്കുക, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ഇതൊരു നല്ല കാര്യമായിട്ട് അവര് കണ്ട് ഇങ്ങനൊരു കാര്യത്തിന് മുമ്പോട്ട് വന്നാൽ അവരുടെ നിയോഗങ്ങളെ കർത്താവ് നിറവേറ്റും, അവരുടെ കാര്യങ്ങൾ കർത്താവ് നടത്തും. അത് വിശ്വസിച്ച് മുന്നോട്ട് വരുവാനുള്ള ആ ഒരു ദൈവിക ചിന്ത ധാരാളം മക്കളുടെ മനസ്സിൽ കടന്നു വരുവാൻ, അതിലൂടെ ധാരാളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നമ്മുടെ ഈ പ്രോജക്റ്റ് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവികമായ എന്ത് കാര്യം അവിടുത്തെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിച്ചാലും അതിനെല്ലാം വേണ്ടി അവിടുന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നവനാണ്. കർത്താവേ, ഈ കാര്യം ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലൂടെ ധാരാളം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവേ അവിടുന്ന് ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് മുട്ടുകുത്താം. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തിരിച്ചറിയുക, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. വിശ്വാസത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ അത് നിങ്ങളുടെ അനുഭവമാക്കി കർത്താവ് മാറ്റും. സൗഖ്യം തന്ന കർത്താവിന്, അഭിഷേകം നൽകിയ കർത്താവിന് ഒരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കായി ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് നിയോഗിച്ച ഓരോ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരിസ്വാനെയും കാരിസ്വാന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വരുന്ന ആഴ്ച ഇവിടെ കാരിസ്വാനിലായിരുന്ന് അഭിഷേക നിറവ് ധ്യാനത്തിൽ സംബന്ധിക്കാനിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും മീഡിയ വഴിയൊക്കെ കാരിസ്വാനെ കുറിച്ച് അറിയുന്നവരും അതുപോലെ തന്നെ കാരിസ്വാനോട് ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരുമുണ്ട്. അതിനായിട്ട് നമ്മൾ ഒരുക്കിയ നമ്മുടെ വെബ്സൈറ്റ് carisbhavan.org ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതുവഴി ഒത്തിരി മക്കള് ഈ കാരിസ്വാനിലൂടെ നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനിട വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനിയും ഉയരങ്ങളിലേക്ക് പോകണം. ആയിരക്കണക്കിന് ആളുകൾ ലോകമെമ്പാടുമിരുന്ന്, ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടുമിരുന്ന് വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് കർത്താവേ ആ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്കിനി വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി നമ്മുടെ എല്ലാ ചിന്തകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യനാഥന്റെ അനുഗ്രഹവും ആശീർവാദവും നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി, നന്ദി. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം തുടരണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങള് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് ഇരിക്കുക. നിങ്ങൾ ദമ്പതികളായിട്ടും കുടുംബാംഗങ്ങൾ ഒരുമിച്ചുമൊക്കെ വന്ന് ആദ്യത്തെ ശനിയാഴ്ച നമ്മുടെ ബേത്ത്ലേഹം കൺവെൻഷൻ അതിൽ സംബന്ധിച്ചു. ഇനി അതിന് സാധ്യതയില്ലാതിരുന്നവരും നിങ്ങൾ വന്ന് ആരെങ്കിലും ഒരാളാണെങ്കിൽ ഒരാൾ അങ്ങനെ വന്ന് സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയായിരുന്നു. നമ്മുടെ ശുശ്രൂഷകളെ ക്രമീകരിച്ച ബിജിലച്ചനെ പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കൂടുതൽ ശുശ്രൂഷകൾ ഇതുപോലെ ക്രമീകരിക്കപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ദൈവസന്നിധിയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ഈ പ്രോജക്റ്റ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ ഈ ഷീറ്റൊക്കെ മാറ്റി പുതിയതായിട്ട് നമ്മൾ ഷീറ്റ് ഇടേണ്ട കാര്യം നിങ്ങൾക്ക് അതേക്കുറിച്ച് ഏതാണ്ടൊരു ഐഡിയ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ സഹായമായിട്ട് ഓൾറെഡി മുമ്പോട്ട് വന്നവരുണ്ട്. നമ്മൾ അവരുടെയൊക്കെ പ്രത്യേക നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും മുമ്പോട്ട് വരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിപ്പിക്കാനുള്ളവർ നിയോഗം കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വഴികൾ കർത്താവ് തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രോഗ്രാമുകളിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ കരസ്പർശനം ഏതെങ്കിലും വിധത്തിൽ ലഭ്യമായെന്ന് ബോധ്യമുള്ളവരെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലതുകരം ഉയർത്തിയൊന്ന് സാക്ഷ്യപ്പെടുന്ന നല്ലതാണ്. ഒത്തിരി പേരെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കാണുക. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അടുത്ത ശനിയാഴ്ച ചില വ്യക്തികളൊക്കെ വിളിച്ചു ചോദിക്കുകയും ഇവിടെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന എല്ലാ വർഷവും നമ്മൾ മെയിൻ പരീക്ഷകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വയ്ക്കാറുള്ളതാണ്. അടുത്ത ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ ക്രമീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരെ അറിയിക്കുക. വന്ന് ഏതാനും മണിക്കൂർ വചനമൊക്കെ കേട്ട് ആരാധനയിലൊക്കെ സംബന്ധിച്ച് അഭിഷേകം പ്രാപിക്കുന്നത് അവരുടെ പഠന മേഖലയിൽ ഒത്തിരി സഹായിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമെടുക്കുവാനായിട്ട് നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തോത്ര കാഴ്ച ശുശ്രൂഷ കൂടെ നടത്തി നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷത്തിന് കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾ എടുത്തു പിടിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവെ, ഈ സമൂഹത്തെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാനാ സ്ഥലങ്ങളിലായിരുന്ന ഇവരെ കർത്താവ് ഈ പന്തലിന് കീഴെ അങ്ങ് ഒരുമിച്ച് കൂട്ടി. ഒരു വന്ന വഴികളിൽ അവിടുന്ന് ഇവർക്ക് സംരക്ഷണവും സഹായവും നൽകി. തിരിച്ചു പോകുമ്പോഴും കർത്താവെ, അവിടുത്തെ സംരക്ഷണം ഈ മക്കൾക്ക് നൽകണമേ. ഇവരുടെ ഭവനങ്ങളിൽ ഇവരെത്തുമ്പോൾ കർത്താവെ, അങ്ങ് ഇവരുടെ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ബാഹ്യ അടയാളങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. അങ്ങനെ വിശ്വാസത്തിൽ ജ്വലിച്ച് കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇവർ നൽകുന്ന ഈ സ്തോത്ര കാഴ്ച കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനി ഒന്ന് എഴുന്നേറ്റ് നിന്നോളുക. എന്നിട്ട് സ്തോത്ര കാഴ്ച ശുശ്രൂഷ ആണ് പ്രേക്ഷിതർ വരുമ്പോൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. നമുക്കെന്നിട്ട് വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ ഗാനമാണ്. ആ ഗാനത്തിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം.
അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദ്യമുന്നില അണിചേർന്നു നിന്നിവൻ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദ്യമുന്നില അണിചേർന്നു നിന്നിവൻ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധമായ ബലി അർപ്പിച്ച് തുടർന്നും നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെതായ പ്രത്യേക നിയോഗങ്ങളെ ഈ നിമിഷം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടുകൂടെ. വിശാലയുടെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുകയാണ്, സോളമന്റെ അടുത്ത് കർത്താവ് ചോദിക്കും, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറഞ്ഞു. സോളമൻ പറഞ്ഞു, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തെ നയിക്കുവാനുള്ള വിവേകം എനിക്ക് വേണം. മറ്റൊന്നും അവൻ ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദൈവമക്കൾ ചോദിക്കുകയും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവസ്വരമനുസരിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയാണ്. നീ വിവേകമില്ലാത്തത് കൊണ്ട്, നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്, നന്മയാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, തിന്മയാണെന്നറിഞ്ഞിട്ടും അതിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കാതെ കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാൻ, കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്കും അറിയാം. വചനത്തിലൂടെ നമ്മൾ പലതും മനസ്സിലാക്കിയതാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാ നമ്മൾ. നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ. ഈ ജീവിതത്തിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വില എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞവരാ. എന്നിട്ടും സത്യം അറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി പലപ്പോഴും ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും നന്മയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ പറ്റുന്നില്ല. തിന്മയാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ പുറകെ പോകുന്നവരുണ്ട്. അശുദ്ധമാണെന്നറിഞ്ഞിട്ടും മലിനമാണെന്നറിഞ്ഞിട്ടും മ്ലേച്ഛമാണെന്നറിഞ്ഞിട്ടും അതിൽ തന്നെ കൂടെ കൂടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നവരുണ്ട്. കർത്താവേ, ഇത് തിരിച്ചറിഞ്ഞ് വിശുദ്ധമായൊരു ജീവിതം നയിക്കാനുള്ള വിവേകം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ ഈ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷികമായ ചിന്തകളും ലോകത്തിൻ്റെതായ തീരുമാനങ്ങളും നമ്മളെ ഭരിച്ച് ദൈവിക ജ്ഞാനം അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റാതെ പോയ നിമിഷങ്ങളുണ്ട്. ദൈവസ്വരം കേട്ട് വിവേകത്തോടെ പ്രവർത്തിക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഓർത്ത് അനുദപിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് യാചിച്ച് പ്രാർത്ഥിക്കാം. കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നും കരയാ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നും മയങ്ങാ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നും കരയാ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നും മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിയിലാ കരുണാമയ കണിയാ
സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ അക്കരതാരി മുഖമോ നമർത്തി ഒന്നും കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലി ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അക്കരതാരി മുഖമൊന്നമർത്തി. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയേണമേ കനിയേണമേ കർത്താവേ കനിയേണമേ 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 കർത്താവേ കനിയേണമേ 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 കർത്താവേ കനിയേണമേ. തിരുസഭ വിശുദ്ധ ഗോൺസാലയുടെ വിശുദ്ധ പോൾ മിക്കിയുടെയും സഹോദരന്മാരുടെയും രക്തസാക്ഷിത്വ തിരുനാളും സ്മരണയും ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ വിശുദ്ധരുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധർക്കും ശക്തി നൽകുന്ന ദൈവമേ, രക്തസാക്ഷിത്വം വരിച്ച ഗോൺസാലോ ഗാർസിയെയും പോൾ മിക്കിയെയും സഹചരന്മാരെയും നിത്യജീവനിലേക്ക് വിളിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായി മരണം വരെ വിശ്വസ്തയോടെ ജീവിതം നയിക്കുവാൻ, അങ്ങനെ വിവേകപൂർണമായ വിശുദ്ധിയുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 4 മുതൽ 13 വരെ വാക്യങ്ങൾ. അക്കാലത്ത് സോളമൻ രാജാവ് ബലിയർപ്പിക്കുവാൻ മുഖ്യ പൂജാഗിരിയായ ഗബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കുവാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി.
അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു കുറവുമില്ല. യഹോവയായ ദൈവമേ ഇടയണത്രേ, ഇകത്തിലേക്കൊരു കുറവുമില്ല. പച്ചിലം മൃദുശയ്യകൾ അവനെ നടത്തിടുന്നു. സ്വച്ഛതയാർന്നു ഉറവുകളിലേക്ക് അവനെ നയിച്ചിടുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തിടുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു. നീതിപാതയിൽ നടത്തിടുന്നു. ൂരിരുൾ വരയിൽ കൂടി നടന്ന ഞാനൊരനന്തവും ഭയപ്പെടില്ല. ഉന്നതനായവൻ കൂടെയുണ്ടല്ലോ. തന്നിടും ആശ്വാസം കൺവടിമേ. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇകത്തിലേക്കൊരു കുറവുമില്ല. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം തൈലം സുവിശേഷമാകുന്ന ദാനം ലോകത്തിലേകുവാൻ പോകാം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി.
പലരും അവിടെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. സുവിശേഷ വചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഇരുന്നുകൊണ്ട് കാഴ്ചവെപ്പ് ഗാനത്തിൽ പങ്കുചേരും. ജീവിതം കാലത്തിൽ സന്തോഷ സന്താപമായി കനിവോട് സ്വീകരിക്കണമേ. വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകിടും ദൈവമേ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകിടും കനിവോട് സ്വീകരിക്കണമേ. നിറയുനി ജീവിതം കാലത്തിൽ സന്തോഷ സന്താപമായിക കനിവോട് സ്വീകരിക്കണമേ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സാർവത്രിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ദയാനിധിയായ പിതാവേ, രക്തസാക്ഷികളുടെ മഹത്വപൂർണമായ സ്മരണ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. ഈ കാണിക്കകൾ വഴി പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ അങ്ങ് കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. രക്തസാക്ഷികളായ വിശുദ്ധർ അങ്ങേ അനുകരിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ചിന്തിയ രക്തം വിശ്വാസ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ബലഹീനരായ ഞങ്ങളെ അങ്ങ് ബലിഷ്ഠരാക്കുകയും സുധീരം അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ അങ്ങയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. മഹാപ്രതാപവാനായ അങ്ങയുടെ സ്തുതിഗീതം ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവാ
മഹിമകളാ നിറഞ്ഞു മകിയും വിണ്ടളവും അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെറ്റം ധന്യനുമാ തിരുനാമത്തിൽ വരുവോനെറ്റം ധന്യനുമാ അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. മുട്ടുകുത്താൻ സാധിക്കുന്നവരും മുട്ടുകുത്തുക. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളെയും വിഷമങ്ങളെയൊക്കെ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. നിന്റെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ, നിന്റെ മുറിവുകൾ ഏറ്റെടുക്കാൻ വന്നവൻ അൾത്താരയിൽ മുറിക്കപ്പെടുന്ന സമയമാണ്. നിന്റെ ക്ഷതങ്ങൾ, നിന്റെ മുറിപ്പാടുകൾ, നിന്റെ വേദനകൾ, നിന്റെ നൊമ്പരങ്ങൾ, നിന്റെ രോഗങ്ങൾ സകലതും എടുക്കാൻ അവൻ കുരിശു മരണത്തോളം തന്നെ തന്നെ വിട്ടുകൊടുത്തു. ഇതാ ഈ അൾത്താരയിൽ ഈശോ വാഗ്ദാനം ചെയ്ത സകലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അവൻ അവനെ തന്നെ വീണ്ടും മുറിക്കുന്ന നിമിഷം. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ രഹസ്യങ്ങളെ നമുക്ക് സമീപിക്കാം. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചുകൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. ഇതെന്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ അങ്ങ് തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനും എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും അൽമായ പ്രേക്ഷിതരും ഉൾപ്പെട്ട അങ്ങയുടെ സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കണമേ.
അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കാൻ അവർക്കെല്ലാം ഭാഗ്യമരണമേ. ഈ എളിയ ദാസരായ ഞങ്ങളെയും അങ്ങ് കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അപ്പസ്തോല ഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാംവിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അങ്ങ് അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ജീവിതത്തിന്റെയും കുടുംബത്തിൻ്റെതായ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പാപ കൂട്ടുകെട്ടുകളിൽ നിന്ന്, എല്ലാവിധ അശുദ്ധിയിൽ നിന്നും, വിവേകരഹിതമായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവെ കരുണാപൂർവ്വം ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്തുവല്ലോ. നമ്മുടെ പാപങ്ങൾ പരിഗണിക്കാതെ തിരുസഭയുടെ യഥാർത്ഥമായ വിശ്വാസം അങ്ങ് തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അങ്ങയോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്തവൻ, ശരിയെന്ത് തെറ്റെന്ത് എന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും വലിയ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. തിരുവോസ്തിയ അഴിത്താറ് അടയുതീശോ
നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അനയുനീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റീതാ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റീതാ വരുന്നു. എനിക്കീശോ മതി ഈ അൽത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈ അൽത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി അനയുനീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെയണഞ്ഞു ഞാൻ ഭൂവിലൊരു സാന്ത്വനം തേടി. നാളുകളേറെയണഞ്ഞു ഞാൻ ഭൂവിലൊരു സാന്ത്വനം തേടി. താരമാത്രമേ അത്താണിയായും അവിടുത്തെ ഈശോ കാത്തിരിക്കും. എനിക്കാൾ താരമാത്രമേ അത്താണിയായും അവിടുത്തെ ഈശോ കാത്തിരിക്കും. അനയുനീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അനയുനീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഒന്ന്, നമ്മുടെ അടുത്ത ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ച ആത്മാഭിഷേക കൺവെൻഷനുള്ള ദിവസമാണ്. തൈലാഭിഷേക പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ കാരിസ്റ്റ്യൻ കൂട്ടായ്മ, കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ രണ്ടാം ശനിയാഴ്ചയുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പരീക്ഷ ഒരുക്ക കൺവെൻഷനായിട്ട് നടത്തുന്നത് വരുന്ന ശനിയാഴ്ചയായിരിക്കും. പരീക്ഷയ്ക്ക് ഇനിയും 2-3 ആഴ്ചകൾ കൂടി ഉണ്ടെങ്കിലും എത്രയും നേരത്തെ രണ്ടാം ശനിയാഴ്ച ആകുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. അതുപോലെ തന്നെ മറ്റുള്ള ഭവനങ്ങളിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. ഈ ഒരാഴ്ചക്കാലം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, പരീക്ഷകളിൽ വിജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മാഭിഷേക കൺവെൻഷൻ നമുക്ക് പങ്കെടുപ്പിക്കാം. വരുന്ന ശനിയാഴ്ച കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാളെ ആണ് കാരിസ് ഭവനിലെ ധ്യാനം ആരംഭിക്കുന്നത്, അഭിഷേക നിറവ് ധ്യാനം. ആ ധ്യാനത്തിൽ പ്രത്യേകമായി സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പേരുകൾ കൊടുക്കാനായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏതാനും
സീറ്റുകൾ ഫുള്ളാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊടുത്ത് സംബന്ധിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, നമുക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് നമ്മുടെ കൂടെ വന്ന അച്ഛൻ ഫാദർ ജോസ് തോട്ടുകടവിൽ അച്ഛനാണ്. നിങ്ങൾ ഇതിനു മുമ്പ് അച്ഛനെ ഡീക്കനായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛൻ ഒരു നവവൈദികനാണ്. ജനുവരി 3-ാം തീയതിയാണ് പട്ടം സ്വീകരിച്ചത്. MSF സഭയിലെ ഈ വർഷത്തെ പൗരോഹിത്യം സ്വീകരിച്ച ബാച്ചിൽ അംഗമാണ്. നമുക്കറിയാം അച്ഛൻ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ദൈവവിളി സ്വീകരിച്ച് അച്ഛനോട് ശാലംകാരും അതുപോലെ തന്നെ മറ്റ് എല്ലാ പത്രക്കാരും ഒക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ചെറുപ്പം മുതലേ അച്ഛനുണ്ടായിരുന്ന ആഗ്രഹമാണ് ദൈവവിളി സ്വീകരിച്ചൊരു വൈദികനാകുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു. മറ്റൊരു കാര്യം നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്, അച്ഛനെ പ്രൊവിൻഷ്യൽ അച്ഛൻ നിയമിച്ചിരിക്കുന്നത് കാരിസ് ഭവനിലാണ്. അച്ഛൻ ഇന്നലെ മുതൽ കാരിസ് ഭവൻ സമൂഹത്തിൽ അംഗമാണ്. ഞങ്ങളോടൊപ്പം അച്ഛനും ഇവിടെ ഉണ്ടാകും. മുഴുവൻ സമയവും കുമ്പസാരവും അതുപോലെ തന്നെ കൗൺസിലിങ്ങിനുമൊക്കെ അച്ഛൻ്റെ സഹായവും നമുക്കുണ്ടാവും. ഏത് സമയത്തും അച്ഛൻ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അച്ഛന് നമുക്ക് നന്ദി പറയാം, ഒപ്പം ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ വിളികൾ പല വിധത്തിലാണ്. അങ്ങനെ ദൈവവിളി സ്വീകരിച്ച് വൈദികനായി തീർന്ന അച്ഛനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. അപ്പോൾ അച്ഛനും കാരിസ് ഭവനിൽ ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ടീമിൽ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്തും നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. തോമസ് അച്ഛൻ്റെ കൂടെ നമുക്കറിയാം, തോമസ് പുതുശ്ശേരി അച്ഛൻ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛനെ പോലെ തന്നെ ഇനിയും ജോസ് തോട്ടുകടവിൽ അച്ഛനും ഇവിടെ മുഴുവൻ സമയം ആത്മീയ ഉപദേഷ്ടാവായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദിവ്യഭോജനത്താൽ പരിപോഷിതരാകുവാനും ക്രിസ്തുവിലേക ശരീരമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങ് അവിടുത്തെ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കാതിരിക്കണമേ. ഞങ്ങളെ സ്നേഹിച്ച ദിവ്യരക്ഷകനെ പ്രതി എല്ലാം ധൈര്യപൂർവ്വം സഹിക്കുവാൻ രക്തസാക്ഷികളായി തീർന്നവരുടെ മാതൃകയും ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് സ്തുതി. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് വരാനിരിക്കുന്ന ഒരാഴ്ചക്കാലം പ്രത്യേകം സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കരിസ്മന്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുക്കാം. എന്തെങ്കിലും വെഞ്ചിരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളവരും വൈദികരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ളവർ ഇപ്പോൾ സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരിക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ സ്വർഗം തുറന്നങ്ങ് അനുഗ്രഹിക്കണമേ. ഈ മക്കള് ഇവരുടെ തിരിച്ചുള്ള യാത്രകൾ, ജീവിതയാത്രകൾ, സകലത്തിന്റെ മേലും അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണവും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ നിമിഷം ഈ മക്കൾ കരങ്ങളിൽ എടുത്തു പിടിച്ചിരിക്കുന്നവ എന്തു തന്നെയാണെങ്കിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും കരസ്പർശം കൊണ്ടും ഇവയെ തൊട്ട് വിശുദ്ധീകരിച്ച് അവിടുത്തെ സ്വന്തമാക്കി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരുപയോഗിക്കുമ്പോൾ ഏതെല്ലാം ലക്ഷ്യത്തോടു കൂടിയാണോ ഇവരിത് ഉപയോഗിക്കുന്നത്, ആ ലക്ഷ്യം കർത്താവ് ഇവർക്ക് പൂർത്തീകരിച്ച് അങ്ങ് നൽകണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന കുടുംബങ്ങള്, സ്ഥാപനങ്ങള്, വാഹനങ്ങള്, ഇത് ധരിക്കുന്ന വ്യക്തികള്, ഇവർക്കെല്ലാം കർത്താവിന്റെ ശക്തമായ സാന്നിധ്യവും സംരക്ഷണവും, ഇവർക്കെതിരെ നിൽക്കുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ദൈവിക സംരക്ഷണവും നൽകുവാൻ കഴിയണമേ. പൗരോഹിത്യത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അധികാരത്തോട് ചേർന്ന് ആശീർവദിക്കാനും വിശുദ്ധീകരിക്കാനും കർത്താവെ അങ്ങ് തന്നിരിക്കുന്ന അധികാരത്തോട് ചേർന്ന് ഇവയൊക്കെ അവിടുത്തെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉറക്കെ പറഞ്ഞേ ആമേൻ.
ോദനങ്ങൾ